ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്സ വേൾഡ്. നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ്. പിയാനോ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ്. സോ നമുക്ക് ആദ്യം പിയാനോ എന്താണെന്നും പിയാനോ എന്തൊക്കെയാണ് ഉള്ളതെന്നും പഠിക്കാം. അതിനു മുമ്പേ ഞാൻ എങ്ങനെയാണ് പിയാനോ വായിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരുമോ? ഓക്കെ ഗായ്സ്. ഓക്കെ ഗൈസ്, സോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് പിയാനോ എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു പിയാനോ. ഒരു പിയാനോ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ബ്ലാക്ക് കീസിനെ കുറിച്ചൊന്നും അങ്ങനെ വലുതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്, കാരണം അത് പറയുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആവും. സോ ആദ്യം നമുക്ക് ഈ കീസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിലിപ്പോൾ എത്ര ബ്ലാക്ക് കീസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. എത്ര കീസ് ഉണ്ടെന്ന് നിങ്ങൾ എണ്ണിയപ്പോൾ നിങ്ങൾ ആൻസർ 25 ആണെങ്കിൽ അത് കറക്റ്റാണ്. നിങ്ങൾക്ക് 25 എന്ന് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് 25 എന്ന് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഒക്ടേവിനെ കുറിച്ചാണ്. ഇതിലിപ്പോൾ ഓരോ സ്ഥലത്തും നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. 2 3 2 പിന്നെ 3 2 3 2 3 2 3 എന്ന് പറഞ്ഞാൽ പോകുന്നത്. സോ നമ്മൾ ഈ ഒരു 2ഉം 3ഉം ഒക്കെ അങ്ങ് വിട്ടേക്ക്. അതിനു മുമ്പ് ഈ 2ഉം 3നും ഒക്കെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ഒക്ടേവ്. ഈ 2ഉം ഈ 3യും തമ്മിൽ ചേരുമ്പോൾ ഒരു ഒക്ടേവ് ആകും. സോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന മിഡിൽ സി എന്ന് പറയുന്ന ഒക്ടേവാണ്. അതായത് ഇതാണ് മിഡിൽ സി. സോ നമ്മൾ നോക്കേണ്ട ആദ്യത്തെ ഒരു ഒക്ടേവ് കഴിഞ്ഞ് രണ്ടാമത്തെ ഒക്ടേവ് കഴിഞ്ഞ് മൂന്നാമത്തെ ഒക്ടേവ്, അഥവാ നടുക്കുള്ള ആ ഒരു ഒക്ടേവാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷൻ. സോ ഈ കീസിനൊക്കെ ഒരു പേരുണ്ട്. സി ഡി ഇ എഫ് ജി. ഇത്രയും വരെ നിങ്ങൾ വരയ്ക്കും സി ഡി ഇ എഫ് ജി എന്നാണെന്ന്. പക്ഷെ അല്ല, ജി കഴിഞ്ഞ് എ ആണ്. സി ഡി ഇ എഫ് ജി എ ബി ആൻഡ് സി. അപ്പോൾ ഇത് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് എങ്ങനെ വരും? ഇങ്ങനെയാണ് ഒരുമിച്ച് എല്ലാം കൂടെ ഒരു ചേർത്ത് വയ്ക്കുമ്പോൾ. ഇത് ആദ്യം വായിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും, പിന്നെ വന്ന് അത് കുറച്ച് സിമ്പിളാണ്. സോറി, അത് കൈ തെറ്റിപ്പോയി, അത് കുറച്ച് കുഴപ്പമായിരുന്നു. സോ ഇതാണ് ഓരോ കീസ്. വീണ്ടും ഞാൻ പറയുന്നത് സി ഡി ഇ എഫ് ജി എ ബി സി. സോ ആദ്യം നിങ്ങൾ ഇതൊന്നും പഠിക്കുക. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ആദ്യത്തേതാ ഈ 3 കീസിനെ കുറിച്ചാണ്. ഈ 3 കീസിൽ നമുക്ക് എങ്ങനെ ഒരു പാട്ട് നമുക്ക് പഠിക്കാനാണ് ഞാൻ നോക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. സോ ആദ്യം നമ്മുടേതാ ഈ ഫിംഗർ ഇത്രയും ഫിംഗർ എടുത്തതാ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇതിവിടെ കാണാമോ ഗൈസ്?
ഇതാ ഇങ്ങനെ ഇതിവിടെ ഇതിവിടെ ഇതിവിടെ. എന്നിട്ട് ഞാൻ വായിക്കും പോലെ വായിക്കുക. സോറി അവർക്കൂടെ വായിക്കുക. സോറി, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിനെ തിരിച്ചു കൊണ്ടുവരിക. ഇപ്പൊ നമുക്ക് ചെറിയൊരു പാട്ടിന് ഒരു ഹാഫ് ഭാഗം കിട്ടി. ഇനി അടുത്തത് ഇത് കഴിഞ്ഞ് ഇത് വീണ്ടും പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാൻ പാട്ട് കാണിച്ചാൽ ഞാൻ നോട്ട്സ് ഈ ഒരു 3 നോട്ട്സ് മാത്രം വെച്ച് നമ്മളൊരു പാട്ടുണ്ടാക്കി. സോ ഞാൻ ഒരു കൂടെ പറഞ്ഞാൽ CDE ഈ 3 നോട്ട്സും വെച്ച്. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഇതേപോലത്തെ ഇനിയുള്ള വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. സോ താങ്ക് യു, നൈസ് ഡേ ആൻഡ് ബൈ.